അപ്പോൾ നമുക്ക് ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ആം, ആ, ഒരു ചെറിയ അളവിൽ ശരീരം അതിനെ നിർവീര്യമാക്കാനായിട്ട് ശ്രമിക്കും. അതിനുശേഷം ഈ അളവ് കൂടി കഴിയുമ്പോൾ ശരീരം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതിനെ നിർവീര്യമാക്കാനുള്ള അതിൽ കൂടുതൽ വരുമ്പോഴത്തേക്കും അതിനെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ ഈ വാള് വെക്കുക എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സ്ഥിരമായി ഇത് കഴിക്കുമ്പോൾ ഈ പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ ശേഷി കുറഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇതിനെ നമ്മൾ ഈ കപ്പാസിറ്റി കൂടി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും അപ്പൊ അത് കപ്പാസിറ്റി കൂടി അതെന്തോ വലിയ കാര്യമായിട്ടാണ് കരുതുന്നത്. സത്യത്തിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുകയാണ് ഈ കപ്പാസിറ്റി കൂടുക എന്ന് പറയുന്നത്. അതിനെ ഈ ഒരു വിഷവസ്തു ശരീരത്തിലെത്തി ആ വിഷവസ്തുവിനെ നിർവീര്യമാക്കാൻ അല്ല അതിനെ പുറന്തള്ളി കളയാനുള്ള ശരീരത്തിന്റെ ആ സ്വാഭാവിക കഴിവ് കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് കപ്പാസിറ്റി കൂടുന്നത്. അത് അത് സത്യത്തില് പ്രതിരോധശേഷി കുറയുകയാണ്. അവിടെയാണ് അങ്ങനെയാണ് നമ്മൾ പിന്നീട് രോഗികളായി മാറുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അതേപോലെ തന്നെ ഇതിനോട് പിന്നെ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകുന്ന വേറൊരു ഇത് കൂടെ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല സത്യത്തില്. ഇപ്പൊ നമ്മൾ എരിവ് എന്ന് പറയുന്ന സാധനം, ആം, ആ, എരിവ് എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് അല്ല. അത് ടേസ്റ്റ് ആയിട്ടല്ല കൂട്ടിയേക്കുന്നത്. പക്ഷെ നമ്മളതൊരു ടേസ്റ്റ് ആയിട്ടാണ് കൂട്ടിയേക്കുന്നത്. സത്യത്തിൽ എരിവ് എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമുള്ളതോ ശരീരത്തിന് ഏതെങ്കിലും രീതിയിൽ ഗുണമുള്ളതോ ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ നമുക്ക് എരിവ് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ എരിവിനെ സത്യത്തിൽ മെഡിക്കൽ സയൻസ് അതിനെ ഹീറ്റ് അല്ലെങ്കിൽ പൊള്ളലായിട്ടാണ് കൂട്ടുന്നത്. അപ്പൊ അത് ഒരു ചൂട് ഹീറ്റ് യൂണിറ്റിലാണ് എരിവിന്റെ അളവ് പറയുന്നത്. ഓരോ തരം മുളകുകൾക്കും എരിവിന് ഹീറ്റ് യൂണിറ്റിൽ ഇത്ര എന്ന് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മുളക് കൂട്ടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല് അവിടെ ഉണ്ടാകുന്ന ഈ ഹീറ്റിനെ ഇതിനെ ശമിപ്പിക്കുന്നതിനായിട്ട് ബോഡി ചില എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്കൊരു സുഖം കിട്ടുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു പൊള്ളല് അതിനെ തണുപ്പിക്കാനായി ബോഡി ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നു. അങ്ങനെ നമ്മൾ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് നമ്മൾ കാലക്രമേണ നമുക്ക് നല്ല എരിവ് കൂട്ടുമ്പോഴേ നമുക്ക് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉള്ളൂ. എരിവില്ലാത്ത ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ഇല്ലാതായിട്ട് തോന്നും. അതേസമയം എരിവ് കൂട്ടി ശീലമില്ലാത്ത ഈ ആളുകൾ, ഈ വെള്ളക്കാരൊക്കെ ഇവിടെയൊക്കെ ഉള്ളവർ, അവർക്ക് എരിവ് വേണ്ട ഭക്ഷണത്തിന് ടേസ്റ്റ് കിട്ടാനായിട്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം എരിവില്ലാത്തൊരു ആ കറിക്ക് ഒരു എരിവില്ല, അതിനൊരു ടേസ്റ്റ് ഇല്ല എന്ന് നമ്മൾ പറയും. സത്യത്തിൽ എരിവെന്ന് പറയുന്നത് ടേസ്റ്റ് അല്ല. പക്ഷെ നമ്മൾ അതിനെ ടേസ്റ്റ് ആക്കി നമ്മുടെ ശരീരം അത് ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു സത്യത്തിൽ ഒരു ഗുണമില്ലാത്ത ഇത് നമ്മൾ അതിൽ നിന്ന് അതുകൊണ്ടുണ്ടാകുന്ന ദോഷത്തിന് ശരീരം എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടി. അത് കുറെ കാലം കൊണ്ട്, കാരണം ചെറിയ പ്രായത്തിൽ പിള്ളേർക്ക് എരിവ് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ആദ്യം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നീട് ഇതേ കുട്ടികൾ തന്നെ അതിന് ഇഷ്ടപ്പെടാൻ കാലക്രമേണ അതിന് ഇഷ്ടപ്പെടുകയാണ്. പിന്നീട് ഈ കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ അവർക്ക് എരിവില്ലാതെ സാധിക്കാതെ വരുന്നു എന്ന് പറയും. അതും ഇതേപോലുള്ള പിന്നെയെന്ന് വെച്ചാൽ എരിവിന് മദ്യം പോലുള്ള മറ്റു ദോഷങ്ങളൊന്നുമില്ല. കൂടിപ്പോയാൽ വയറ്റിൽ ചിലപ്പോൾ ഒരിച്ചിരി അൾസർ ഉണ്ടായേക്കും. അല്ലാതെ തലച്ചോറിനെ ബാധിക്കുകയോ ലിവറിനെ ബാധിക്കുകയോ അങ്ങനെയുള്ള സീരിയസ് പ്രോബ്ലംസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല എന്ന് മാത്രം. താങ്ക് യു. താങ്ക് യു വിപിനെ. നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ഞാൻ ഇതിങ്ങനെ കേട്ടിട്ടില്ല. താങ്ക് യു കേട്ടോ. കാരണം ഈ എരിവും ഈ പറഞ്ഞ മദ്യവും ശരിക്കും പറഞ്ഞാൽ രണ്ടും കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാല് ആ ശരീരം അത് വേണ്ട എന്ന് ലക്ഷണമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിടുവോ? നമ്മളാരാ മക്കൾ, നമ്മളതിന്റെ മുകളിൽ കയറാൻ നോക്കി. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാക്കിയത്. എരിവിന്റെ കപ്പാസിറ്റി ചില ആൾക്കാരുണ്ട്, ഭയങ്കര കപ്പാസിറ്റി എരിവിന്. എത്ര എരിവ് ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ലാത്ത ആൾക്കാർ. നമ്മളൊക്കെ കുറച്ച് അമ്മേന്റെ എരിവ് എങ്ങനെയാണോ അതായിരിക്കും മക്കളുടെ എരിവ് എന്നാ പറഞ്ഞത്. അമ്മ നല്ല എരിവ് കൂട്ടുന്ന ആളാണെങ്കിൽ മക്കളും അതേപോലെ എരിവിന്റെ ആൾക്കാരായി. പിന്നെ ഞാൻ അത് നമ്മള് മലയാളികൾ ഏറ്റവും എരിവ് കൂട്ടുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇതിലും എരിവ് കൂട്ടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനൊരു ശ്രീലങ്കൻസിന്റെ വീട്ടിലാണ് അവരുടെ ഇവിടെ ബേസ്മെന്റിന്റെ റെന്റിനാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോ ഞങ്ങൾ വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭക്ഷണം കൈമാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒട്ടും എരിവില്ല തന്നെ. അവരുടെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ. ഞണ്ടുകറിയൊക്കെ അവരുണ്ടാക്കി തരുവേ. അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തല വരെ വിയർക്കും. അത്ര എരിവ് അവർ കൂട്ടണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നോർമലാണ്.
ഞാൻ അത്യാവശ്യം എരിവ് കൂട്ടുന്ന കൂട്ടത്തില്ല. ആ എരിവ് കൂട്ടുന്ന എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല. എന്റെ ഭാര്യയും പിള്ളേരും ഒട്ടും കഴിക്കത്തില്ല കേട്ടോ. അവരുണ്ടാക്കിയ ഒരു സാധനവും കഴിക്കത്തില്ല. അപ്പൊ അതിന്റെ ആ എരിവിനോടുള്ള അഡിക്ഷൻ അനുസരിച്ചേ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. ഞാനേ എന്റെ ഇടയ്ക്ക് മാഷേ ഞാനൊരു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്നാ പിന്നെ നമുക്കൊരു ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മുടെ അംഗങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വെച്ചിട്ട് ഞാൻ സായിപ്പന്മാരെല്ലാം വീട്ടിലേക്ക് വിളിച്ച് ഒരു 3-4 പേര് വന്നു. ഒരു ഫാമിലിയൊക്കെ ആയിട്ടാ വന്നത്. ഞാനൊരു ബിരിയാണി അത് വളരെ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത്. എന്റെ അമ്മോ അവര് അത് കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് വേർക്കുവാണോ കരയുവാണോ നമ്മുടെ ആ ഒരു മൈൽഡ് ഇതുപോലും അവർക്ക് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല. ചിലര് പറയും വീണ്ടും വിളിക്കണം എന്ന് പറയും. പക്ഷെ അയ്യോ അവർക്ക് അത് വളരെ നേരെ നോർമൽ, അതായത് അതിനകത്ത് സ്പൈസ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു എരിവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ കൊടുത്തിട്ട് അവർ കരഞ്ഞു എന്നുള്ള. മരിച്ചാലും നമ്മൾ മറക്കില്ല അവര് പക്ഷേ. നമ്മള് വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു വിപിന് ഈ സാധനം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ ഷെയറിങ് കേൾക്കുമ്പോഴാണ് അറിയുന്നത്. എന്റെ വിചാരം ഈ എരിവ് എന്ന് പറയുന്നത് ഇതൊരു നോർമൽ എല്ലാവർക്കും ഉള്ള ഒരു എരിവിന്റെ ലെവലായിരിക്കും എന്നുള്ള ധാരണയല്ല നമുക്കുള്ളത്. ഇത് എരിവ് തീരെ കൂട്ടാത്ത ആൾക്കാരുണ്ടല്ലേ, നല്ല എരിവ് കൂട്ടുന്ന ആൾക്കാരുണ്ട് ശ്രീലങ്ക പോലെ. ഓക്കെ, നല്ല അറിവായിരുന്നു കേട്ടോ. താങ്ക് യു.